നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ലെന്ന CPM BJP നിലപാട് ശക്തമായതിനാൽ MLA ഇല്ലാതെ പാലക്കാട്. സസ്പെൻഷനിലായതിനാൽ പാർട്ടി പരിപാടികൾ പറ്റില്ല. പ്രതിഷേധം ഉറപ്പായതിനാൽ പൊതുപരിപാടികളും രക്ഷയില്ല. പിന്നെ ബാക്കിയുള്ളത് പാർട്ടി അനുഭാവികളുടെ കൂട്ടായ്മകളിൽ പങ്കെടുക്കലാണ്. ഇതിനുള്ള തന്ത്രം മെനയാനാണ് രാഹുലിനെ കൈവിടാതിരിക്കുന്ന ഷാഫി പറമ്പിൽ കളത്തിലുള്ളത്. പാലക്കാട് ഇതിനായി രഹസ്യയോഗം ചേർന്നെന്ന വാർത്ത ഷാഫി നിഷേധിക്കുന്നു. എന്നാൽ അണിയറയിൽ നീക്കങ്ങൾ സജീവം. ഏത് രീതിയിൽ മാങ്കൂട്ടത്തിലിനെ മണ്ഡലത്തിൽ സജീവമാക്കാം? ഷാഫിയുടെ നീക്കം ഫലിക്കുമോ? രാഹുലിനെതിരായ പഴയ വ്യാജ ID കാർഡ് പരാതി കൂടി ക്രൈംബ്രാഞ്ച് പൊടിതട്ടിയെടുക്കുമ്പോൾ ഷാഫിയുടെ പൊളിറ്റിക്കൽ ഇന്റലിജൻസിന് കോൺഗ്രസിൽ നിന്ന് രഹസ്യ പിന്തുണയോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഡിബേറ്റിൽ ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ B റെജി, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ശ്രീ AK ഷാനിബ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ AK ഷാനിബ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷാനിബ്, എന്തൊക്കെ നീക്കങ്ങളാണ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പാലക്കാട് നടക്കുന്നത്? എന്തായാലും DYFIയും CPMും ഒക്കെ ഉറച്ച നിലപാടിൽ തന്നെയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് മണ്ഡലത്തിൽ കാലുകുത്തിക്കുകയില്ല എന്ന്. ഇതിനെ നേരിടുന്നതിന് വേണ്ടി തന്ത്രപരമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ഒരു രഹസ്യ യോഗം ചേർന്നിരുന്നു ഷാഫിയുടെ നേതൃത്വത്തിൽ എന്ന വാർത്ത വന്നിരുന്നു. പക്ഷേ അത് ഷാഫി നിഷേധിക്കുകയാണ്. ഷാനിബിലേക്ക് വരാം. അതിനു മുമ്പ് ഷാഫി പറമ്പിൽ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഒരു രഹസ്യ യോഗം പാലക്കാട് ചേർന്നെന്നും അത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏതെല്ലാം വിധത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ വീണ്ടും തിരിച്ചെത്തിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനും വേണ്ടിയാണെന്ന വാർത്ത വന്നിരുന്നു. അത് പക്ഷേ ഷാഫി പറമ്പിൽ നിഷേധിക്കുകയാണ്. പക്ഷേ ഇതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൊതുപരിപാടികളിൽ പങ്കെടുക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് കഴിയില്ല. കാരണം BJPയും CPMും അത്രമാത്രം പ്രതിഷേധത്തിലാണ്. മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പാർട്ടി പരിപാടികൾ പറ്റില്ല, കാരണം പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലാണ്. അതേസമയത്ത് പാർട്ടി അനുഭാവികളുടെ പരിപാടികൾ, ക്ലബ്ബുകളുടെ പരിപാടികൾ ഈ രീതിയിൽ അവതരിപ്പിക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത്. പക്ഷേ ഷാഫി ഇത് നിഷേധിക്കുന്നു. ഷാഫിയുടെ വാക്കുകളിലേക്ക്. ഞാൻ പറഞ്ഞ CPM അജണ്ട അതേപടി ഒരു അജണ്ടയായിട്ട് മാധ്യമങ്ങൾ ദയവ് ചെയ്ത് ഏറ്റെടുക്കരുത്. ഞങ്ങൾ ആരും ഒളിച്ചോടിയിട്ടൊന്നുമില്ലല്ലോ. കോൺഗ്രസ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആവർത്തിക്കുന്നു. ഇപ്പോൾ ഈ വാർത്തകളൊക്കെ ചോദിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ നിന്ന് നിങ്ങളുടെ വാർത്തകൾ ഡൈവേർട്ട് ചെയ്തിരുന്നു. നിങ്ങൾ ഇന്ന് രാവിലെ കൊടുത്ത ഇന്റൻസിറ്റിയിൽ അവിടെ ഒരു ഗ്രൂപ്പ് യോഗം അങ്ങനെ നടന്നിട്ടില്ല. C ചന്ദ്രൻ എന്ന് പറഞ്ഞ KPC ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ 6:30ക്കാണ് പാലക്കാട് എത്തിയത്. ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലാഞ്ഞു. അതുമാത്രമല്ല, ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. അദ്ദേഹം അവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടേ ഇല്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത് രാവിലെ ഗ്രൂപ്പ് യോഗം കൂടി അതിന്റെ അജണ്ടകളും നിങ്ങൾ തന്നെ തീരുമാനിച്ചു. യോഗത്തിൽ പങ്കെടുത്തവരാരാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. എന്നിട്ട് നിങ്ങൾ വാർത്തയും കൊടുത്തു. എന്നിട്ട് നിങ്ങൾ അതിന്റെ വിശദീകരണം കൊടുത്തു. അവിടുന്ന് ആങ്കർ ചോദിക്കുക, അപ്പൊ യോഗത്തിലുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ വലിയ വിശദീകരണവും കൊടുക്കുക. ഒന്നും ചേർന്നിട്ടില്ല. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ചേർന്നിട്ടില്ല. ഇതാണ് ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ. ഗ്രൂപ്പ് യോഗം ചേർന്നിട്ടില്ല എന്നാണ് ഷാഫി പറയുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മണ്ഡലത്തിൽ തിരിച്ചെത്തിക്കുവാനുള്ള നീക്കങ്ങൾ സജീവമായി നടക്കുന്നുമുണ്ട്. ശ്രീ AK ഷാനിബ്, ഷാഫി പക്ഷേ നിഷേധിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ? തീർച്ചയായും ഇപ്പോ നടപടിയെടുത്തു എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെ നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു പ്രസ് റിലീസായിട്ടോ അല്ലെങ്കിൽ ഇത്ര കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നതിന്റെ രേഖാമൂലമുള്ള എന്തെങ്കിലും രേഖയോ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ഇയാളെ സസ്പെൻഡ് ചെയ്തു എന്ന തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പ് പോലും ഇറക്കാതെ ഉള്ള ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു നാടകമാണ്. അല്ല, അത് ഷാനിബ്, അത് ഒരു കാര്യമുണ്ട്. സണ്ണി ജോസഫ് അത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതും. അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടി എടുത്ത തീരുമാനമാണ്, സസ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിയമസഭാ കക്ഷി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പങ്കെടുപ്പിക്കുകയില്ല എന്ന്. അപ്പോൾ സസ്പെൻഷൻ പരസ്യമായ ഒരു കാര്യം തന്നെയാണ് ഷാനിബ്. പക്ഷേ ഈ സസ്പെൻഷൻ ഉണ്ടായിട്ടുകൂടി പാലക്കാട് കോൺഗ്രസ് നേതാക്കളുടെ ഒത്താശയോട് തന്നെ ഷാഫി പറമ്പിൽ, ഷാഫിക്ക് ഒരിക്കലും കൈവിടാൻ പറ്റില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ. അത്തരമൊരു നീക്കവുമായി ഷാഫി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചർച്ചാ വിഷയം. അത് ഞാൻ അതിലേക്കാണ് വരുന്നത്.
അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു തരത്തിൽ എത്ര കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്ന തരത്തിലുള്ള വാർത്താക്കുറിപ്പില്ല. അല്ലെങ്കിൽ അതിനൊരു സാധാരണ ഒരാളെ സസ്പെൻഡ് ചെയ്താൽ, ഒരു സാധാരണ ഒരു ബൂത്ത് പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്താൽ പോലും അത് KPCCയുടെയോ അല്ലെങ്കിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയോ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയോ AICCയുടെയോ ഒക്കെ. ഇപ്പൊ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു AICCയുടെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ അവരുടെ അനുമതിയോടുകൂടിയാണ് സസ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഒരു രേഖാമൂലം അത് വരാത്തതിന്റെ കാരണം ഇയാൾക്ക് ഏത് സമയവും തിരിച്ചു വരാനുള്ള കളമൊരുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ പടിയായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി സസ്പെൻഡ് ചെയ്തു എന്ന് പത്രസമ്മേളനത്തിൽ പറയുകയും സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുക അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ ഉയർത്തിപ്പിടിക്കുക എന്നതൊരു കോമൺ ആയി ഒരു പ്രയോഗം നടത്തുകയും ഈ പറയുന്ന വ്യക്തി എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അല്ലെങ്കിൽ എന്ത് ആരോപണം ഉയർന്നു വന്നതിന്റെ പേരിലാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു രേഖയും എത്ര കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു എന്നതുമില്ലാത്ത തരത്തിൽ വാക്കാൽ ഒരു സസ്പെൻഡ് ചെയ്യുന്നു എന്ന് KPCC പ്രസിഡന്റ് വന്ന് മാധ്യമങ്ങളെ കണ്ടു പറയുന്നു. അത് പോകുന്നു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏത് സമയവും ഇയാളെ തിരിച്ചു കൊണ്ടുവരാനുള്ള കളമൊരുക്കിയാൽ, ഇയാളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയാൽ അതിന് പാകമാകുന്ന തരത്തിൽ ഒരു ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പത്രക്കുറിപ്പ് പോലും ഇറങ്ങാത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഇന്ന് ഷാഫി പറമ്പിലിന്റെ ഒരു പ്രതികരണമായിട്ട് വന്നു. അയാൾ വേറെ കുറെ കേസുകളിൽ CPM അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, മറ്റുള്ളവർ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒരു തുടക്കമിടുകയാണ്. അതായത് പ്രവർത്തകർക്ക്, അണികൾക്കൊരു സന്ദേശം കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കൂട്ടിപ്പിടിക്കണം, ചേർത്ത് പിടിക്കണം, അതിനുള്ള ന്യായങ്ങൾ ഇതൊക്കെയാണ്. ക്യാപ്സ്യൂളുകൾ അയാൾ ലൈവായിട്ട് ആളുകൾക്ക് കൊടുക്കുകയാണ്. അത് മറ്റൊരു കാര്യം. ഇന്ന് ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ളത് ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവരിൽ നിന്ന് തന്നെ, പാർട്ടി നേതാക്കളിൽ നിന്ന് തന്നെ വാർത്തകൾ ചോർന്നു കിട്ടിക്കൊണ്ടാണല്ലോ. കഴിഞ്ഞ ദിവസവും ഇതുപോലെ വാർത്തകൾ ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന്. അന്ന് ഈ പറയുന്ന സൈക്കോപാത്തിനെ സഹായിക്കാൻ വേണ്ടി സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഗ്രൂപ്പ് യോഗമാണ് നടന്നത്. അന്ന് ഇതുപോലെ വന്ന് നിഷേധിക്കാൻ ഈ പറയുന്ന ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. ഇപ്പോ അദ്ദേഹം വന്ന് തയ്യാറാകുന്നത് ജനങ്ങൾ ഇത് തിരിച്ചറിയുകയും ക്ലബ്ബുകളുടെയും മറ്റ് അസോസിയേഷനുകളുടെയും പരിപാടിയിലേക്ക് അല്ലെങ്കിൽ തുടങ്ങി വച്ച പദ്ധതികൾ എന്ന പേരിൽ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി എന്ന മട്ടിലൊക്കെ ഈ പറയുന്നയാളെ ഈ പറയുന്ന പരിപാടിയിലേക്ക്, ഈ പറയുന്ന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആലോചന നടത്തുകയും അത് പതുക്കെ പതുക്കെ ജനങ്ങളിലേക്ക് അതിന്റെ ന്യായീകരണം കൂടെ എത്തിക്കാനുള്ള ശ്രമമാണ് ഈ യോഗത്തിനും അതുപോലെ യോഗത്തിന് ശേഷം ഇന്ന് അയാൾ മാധ്യമങ്ങളെ കാണുമ്പോഴും നടത്തിയ ശ്രമം എന്ന് പറയുന്നത് അതിനുള്ള ഗ്രൗണ്ട് ഒരുക്കുക എന്നുള്ളത്. അതായത് ഷാഫി പാലക്കാട്ടേക്ക് വന്നത് അതിനു വേണ്ടിയാണ് എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായും എന്റെ ബോധ്യം അത് തന്നെയാണ്. അത് ആ പാർട്ടിക്കകത്തുനിന്നുള്ള ആളുകൾ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് യോഗം നടന്നില്ല എന്ന് അവർ പറയുമ്പോൾ നടന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയേണ്ട കാര്യമില്ല. പക്ഷെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ, അവരുടെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഒരു കാരണവശാലും രാഹുലിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് കോൺഗ്രസിനകത്തുള്ള ഒരു വലിയ വിഭാഗം അവിടെ ആ തരത്തിലുള്ള തീരുമാനമെടുത്ത് പോവുകയാണ്. അവരെ കൂടി കൺവിൻസ് ചെയ്യാനും അതിനു പറ്റിയ ഒരു ഗ്രൗണ്ട് ഒരുക്കാനുമുള്ള ശ്രമം ഷാഫി പറമ്പിൽ തുടങ്ങിയിരിക്കുന്നു. അതിനുള്ള ന്യായീകരണങ്ങൾ കൂടി ഇന്നിപ്പോ അയാൾ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള പ്രതികൾ, മറ്റ് കേസിലെ പ്രതികൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. ഞാൻ വളരെ ലളിതമായി ചോദിക്കുന്ന ഒരു ചോദ്യം, തന്റെ കൂടെ എല്ലാ കാര്യത്തിനും താൻ സഹായം ചെയ്തു കൊടുത്ത്, താൻ വെള്ളവും വളവും ഇട്ടുകൊടുത്ത്, കുപ്പായം വരെ ഇടിച്ചു കൊടുത്തിട്ട് കൊണ്ടു നടന്ന ഒരാൾ ഇതുപോലെ ഒരു ക്രൂരമായ കൃത്യം ചെയ്തിട്ട് ഒരു പെൺകുട്ടിയോട് ഞാൻ ചാടി ചവിട്ടും എന്ന് പറഞ്ഞിട്ട് അയാൾ കൊല്ലാൻ എനിക്കൊരു സെക്കൻഡ് പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഒരുപാട് വോയിസുകളും ഒരുപാട് പരാതികളും ഉയർന്നു വന്നിട്ടും അയാൾക്കെതിരെ ഒരു നിലപാട്, ഒരു വാക്ക് പോലും പറയാൻ, ഞാൻ ഞെട്ടിപ്പോയി എന്നെങ്കിലും പറയാൻ ഇതുവരെ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. അതൊക്കെ ഞെട്ടലുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ, ഇപ്പൊ കഴിഞ്ഞ 2-3 തവണയായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു, അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെന്നും അയാൾക്ക് പരാതി മുൻകൂട്ടി കൊടുത്തിട്ടുണ്ടെന്നും പല ആളുകളും അയാളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും പരാതിയായിട്ടല്ല ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ വാർത്തകളായി പുറത്തു വന്നിട്ടും ഞാൻ ഇത് മുൻപേ അറിഞ്ഞിട്ടില്ല എന്നൊരു വാക്ക് ഇതുവരെ. പക്ഷേ ഷാഫി എന്ന് പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതിനൊപ്പമാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ, അതിനപ്പുറം ഒന്നും കാണേണ്ടതില്ല എന്നാണ്. പിന്നെ സുഹൃത്ത്
ചെയ്തതായി പോയി എന്ന് വെച്ച് ഒരാളുടെ ചെയ്തികൾ മുഴുവനും ഞാനിത് അംഗീകരിക്കുന്നു എന്ന രീതിയിൽ കാണരുത് എന്നും ഷാഫി പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ മറുചേരിയിലുള്ള ഇപ്പോൾ CPM-ന്റെ ഒക്കെ കൊലക്കേസ് പ്രതികൾക്ക് പോലും സ്വീകരണം ഒരുക്കുന്ന കാര്യം ഷാഫി ഇന്ന് പറയുകയുണ്ടായി. അവരുടെ വിവാഹങ്ങളിൽ പങ്കെടുക്കുന്ന കാര്യം പറയുകയുണ്ടായി. അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ എന്താണ് ചെയ്തതെന്ന് ഷാഫി ചോദിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരുവാൻ ഷാഫി പറമ്പിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു എന്നാണല്ലോ. അതിന് എന്താണ് ചെയ്തതെന്ന് അദ്ദേഹം പരസ്യമായി ചോദിക്കുകയാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എന്താണ് ചെയ്തത്, എന്താണ് ഈ ഷാഫി പറമ്പിൽ എന്താണ് ചെയ്തത് എന്നത് അവിടെ നിൽക്കട്ടെ. അയാളുടെ സന്തത സഹചാരിയായ ഇന്നയാൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മുറിവേൽപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി അപ്പുറത്തുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ. ഒരു പെൺകുട്ടിയെങ്കിലും 150ഓളം പരാതികൾ രേഖാമൂലവും അതല്ലാത്ത പരാതികൾ മറ്റു തരത്തിലുമൊക്കെ AICCയുടെ അടുത്തും നേതാക്കളുടെ അടുത്തും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഉമാ തോമസ് MLA കൃത്യമായി പറഞ്ഞല്ലോ, അയാളെ രാഷ്ട്രീയത്തിൽ പോലും തുടരാൻ കഴിയുന്നയാളല്ല എന്ന് ഉമാ തോമസ് പറയുമ്പോൾ, KC വേണുഗോപാലിന്റെ പത്നി എനിക്ക് ഭയമാകുന്നു, ഈ വാർത്തകൾ കേട്ടിട്ട് പെൺകുട്ടികൾക്ക് ഭയമാകുന്നു എന്ന് പറയുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന സഹോദരിമാർ ഇയാളെ മാറ്റി നിർത്തണമെന്ന് പറയുമ്പോൾ, ജിൻഡോ ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന വക്താവ് പ്രവർത്തകർ വിളിച്ചാൽ ഫോൺ എടുക്കാത്തയാൾക്ക് ഇതൊക്കെയാണോ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ആളുകൾ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിനെതിരെ എനിക്ക് കൂടി ഉത്തരവാദിത്തത്തോടു കൂടി ഞാനിതാ പാലക്കാട് കൊണ്ടുവരുന്നു, എനിക്ക് വോട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾ വോട്ട് ചെയ്യണം, എനിക്ക് 100% ഉറപ്പാണ്, അയാൾ യോഗ്യനാണ്, ഒരു അയോഗ്യതയുമില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞയാളെ പാലക്കാട് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പാലക്കാട്ടെ ജനതയോട് മാപ്പ് പറയാൻ അയാൾക്ക് ഉത്തരവാദിത്തമില്ലേ? അത് പറയണ്ട, ഞാനിത് അറിഞ്ഞില്ല, എനിക്കിത് തെറ്റുപറ്റിപ്പോയി, എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം അയാൾക്കില്ലേ? ഉമാ തോമസിന് കാര്യങ്ങൾ മനസ്സിലാകുന്നു, KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു, സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ പോരാളികൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. ജിൻഡോ ജോൺ പോലും പറയുന്നു, ദുൽകിഫിലെ പോലെയുള്ള യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറയുന്നു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ പറയുന്നു, KSUവിന്റെ 2 പെൺകുട്ടികൾ പിന്നെ എറണാകുളത്ത് ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വന്ന 2 പെൺകുട്ടികൾ ഇയാളുടെ മെസ്സേജ് അയക്കുന്ന ശല്യം കാരണം പാർട്ടി പ്രവർത്തനം തന്നെ വിട്ടുപോയി എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. അപ്പൊ അതിനോട് പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തം ഇയാൾക്കില്ലേ? ഇയാൾ യൂത്ത് ഐക്കണാണെന്നാണല്ലോ പറയുന്നത്, യുവാക്കളുടെ പ്രതിനിധിയാണെന്നാണല്ലോ പറയുന്നത്. ഇങ്ങനത്തെ ഒരു വിഷയം കേരളത്തിൽ ഉണ്ടായാൽ X or Y ആരും ആയിക്കോട്ടെ, അത് പ്രതിയാക്കപ്പെട്ട ആളുകൾ, ആരോപിക്കപ്പെടുന്ന ആളുകൾ ആരും ആയിക്കൊള്ളട്ടെ, പെൺകുട്ടികളെ ഇങ്ങനെ ഇരപിടിയനെ പോലെ പെൺകുട്ടികളെ ഉപയോഗിക്കുകയും വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരാളെ കുറിച്ച് ഒരു വാർത്ത പുറത്തു വന്നാൽ അതിനോട് പ്രതികരിക്കേണ്ട രീതിയില്ലേ? ഓക്കെ, സുഹൃത്താണ്, അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആരായാലും ഒന്ന് പതറിപ്പോകും. എന്നാലും പ്രതികരിക്കേണ്ട ഒരു രീതി, ഒരു ഉത്തരവാദിത്തപ്പെട്ട. പക്ഷെ ഇതിപ്പോൾ ഈ രാഹുലിനെ കിട്ടാത്തത് കൊണ്ട് ഷാഫിക്ക് നേരെ എന്ന രീതിയിൽ കൂടി ആയിപ്പോയിട്ടില്ലേ ഷാനിബ്? ചോദ്യം കേട്ടില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കിട്ടാത്തതിന് കിട്ടിയ ഷാഫിക്കെതിരെ എന്ന രീതിയിലായിപ്പോയില്ലേ? DYFIയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധമൊക്കെ കണ്ടതാണല്ലോ. അല്ല, DYFI അങ്ങനെ ഒരു പ്രതിഷേധം തീരുമാനിച്ചിട്ടില്ല. അന്ന് തന്നെ അതിന്റെ ആ വാർത്ത വന്ന സെക്കൻഡുകൾക്കുള്ളിൽ, വിത്തിൻ സെക്കൻഡ് DYFI കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ ഒരു പ്രതിഷേധം ഒരാളെ തടയാൻ തീരുമാനിച്ചിട്ടില്ല. അത് സ്വാഭാവികമായി ഉണ്ടായ പ്രതികരണം മാത്രമാണ്. അത് DYFIയുടെ പ്രവർത്തകരല്ല, പൂർണ്ണമായും DYFI പ്രവർത്തകരല്ല, DYFIയുടെ കൊടി പിടിച്ച ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ജനങ്ങളോട് പറയാൻ പോവുകയാണ്. ഞങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? ഇതുപോലെ പെൺകുട്ടികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പെൺകുട്ടികൾ അബോർഷന് വിധേയരായിട്ടുണ്ട്, പെൺകുട്ടികൾ ഭീഷണി നേരിട്ടിട്ടുണ്ട്, അവർ ജീവന് ഭയം, മരണഭയം കൊണ്ട് നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പേർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത് ഓരോന്നോരോന്നെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, മഞ്ജുഷിനും അറിയാമല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ വീടുകളിൽ പോലും ഇയാൾ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും, ഇതിപ്പോ അല്ല അറിയുന്നത് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ബോധ്യമുണ്ട്. ഈ എന്ത് പറഞ്ഞാലും ഈ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ സംഭവിച്ച കാര്യം ഇയാൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പോഴൊന്നും പ്രതികരിക്കാതെ ഇപ്പൊ പുറത്തു വന്ന സമയത്തെങ്കിലും പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്തം അയാൾ നിറവേറ്റുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം അയാൾ ഈ പറയുന്ന സൈക്കോപാത്തിനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു. അതിനുവേണ്ടി വാർത്തകൾ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ഒരു ഗുണ്ടയെ പോലെ, തെരുവ് ഗുണ്ടയെ പോലെയാണ് കഴിഞ്ഞ ദിവസം വടകരയിൽ അയാൾ പ്രതികരിച്ചത്. അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി പ്രതികരിക്കേണ്ടത്? നമ്മളത് കണ്ടത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ
അയാൾക്കെതിരെ സമരം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. അതേപോലെ ഈ തമ്പാക്കൊക്കെ ചവച്ച് തെരുവിലേക്ക് ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടു. അന്ന് നമ്മൾ പറഞ്ഞൊരു ഗുണ്ടയെ പോലെ പ്രവർത്തിക്കരുത് ഗവർണർ എന്നാണ്. അതിനനുസ്മരിപ്പിക്കുന്ന വിധം ഒരു ഗുണ്ടയെ പോലെയാണ് ഇന്നലെ വടകരയിൽ ഷാഫി പറമ്പിൽ പ്രവർത്തിച്ചത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇയാളെ സംരക്ഷിക്കണം, വാർത്ത തിരിച്ചുവിടണം. ഈ മാനംകെട്ട കേസിന്, വൃത്തികെട്ട കേസിന് യൂത്ത് കോൺഗ്രസുകാർ ഇറങ്ങില്ല എന്ന് വന്നപ്പോ മറ്റൊരു കേസ് ഉണ്ടാക്കി. മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ MP-യെ തടഞ്ഞു എന്നൊരു കേസ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസുകാരെ തെരുവിലിറക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അത് ചീറ്റിപ്പോയി. മുൻകാലങ്ങളിലായിരുന്നെങ്കിൽ കേരളത്തിലെ മുഴുവൻ തെരുവുകളിലും പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധങ്ങളും ഉണ്ടാകേണ്ട ഒരു കാര്യമായിരുന്നിട്ട് പോലും ഈ സാഹചര്യത്തിൽ അതുപോലെ വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഉണ്ടായില്ല. ഷാനിബ്, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ പാർട്ടി അനുഭാവികളുടെ, ക്ലബ്ബുകളുടെ അങ്ങനെയുള്ള സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാലും അങ്ങനെ ഒരു തന്ത്രം മെനയുന്നു എന്നാണല്ലോ. നിങ്ങൾ തടയുമോ? അതോ പൊതുപരിപാടികൾക്ക് എത്തിയാൽ മാത്രമേ നിങ്ങളുടെ ഈ കാലുകുത്തിക്കില്ല എന്നുള്ള നിലപാട് അവിടെ നടക്കുകയുള്ളൂ? അങ്ങനെയാണോ? ഞങ്ങൾ പറയുന്നത് MLA എന്ന നിലയിൽ പാലക്കാട് അയാൾ വന്നാൽ ഞങ്ങൾ അയാളെ തടയും. അത് DYFI എടുത്ത പ്രഖ്യാപനമാണ്, DYFIയുടെ തീരുമാനമാണ്. യൂത്ത് കോൺഗ്രസിന്റെ 4-5 പെൺകുട്ടികൾ മാത്രമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരുത്തനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നാടകമാണെങ്കിൽ പോലും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ അതുപോലെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയുകയും ഇതുവരെ സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ പറയുന്ന ഒരാളെ ഞങ്ങൾക്ക് MLA ആയി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു ജനവിഭാഗം ആളുകൾ പറയുകയാണ്. ഞങ്ങൾ ആ ജനങ്ങളുടെ വികാരത്തെ ഏറ്റെടുക്കും. ഇയാൾ പാലക്കാട് വന്നാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകും. ഞങ്ങൾ തടയുക തന്നെ ചെയ്യും. അത് വടകരയിൽ DYFIക്കാർ ഞങ്ങളുടെ ആഹ്വാനമില്ലാതെ തടഞ്ഞതുപോലെയല്ല. കൃത്യമായി ഞങ്ങൾ പറയുന്നു, സ്ത്രീകളും യുവതികളും അടങ്ങുന്ന വലിയ ഒരു സമൂഹം ഈ പ്രതിഷേധത്തിന്റെ ഒപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടാകും. അതിന് DYFI നേതൃത്വം കൊടുക്കും. അത് ഞങ്ങളുടെ പ്രഖ്യാപനമാണ്. പതുക്കെ വാർത്ത ഇങ്ങനെ മൈൽഡാക്കി കൊണ്ടുവന്ന് വാർത്ത വഴിതിരിച്ചു വിട്ട് എന്നെ മർദ്ദിക്കുന്നു, എന്നെ ആക്രമിക്കുന്ന തരത്തിലേക്ക് വാർത്തയെ കൊടുത്ത് അപ്പുറത്ത് ചില ആളുകൾക്ക് സ്വീകരണം കൊടുത്തിട്ടുണ്ടല്ലോ, കൊലപാതക കേസിലെ പ്രതികൾക്ക് സ്വീകരണം കൊടുത്തല്ലോ എന്ന മട്ടിലൊക്കെയുള്ള ന്യായീകരണം ആ ക്യാപ്സൂൾ ഇപ്പൊ തന്നെ വിതരണം ചെയ്ത് പതുക്കെ പാലക്കാടിന്റെ മണ്ണിലേക്ക് അയാളെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ശക്തമായി DYFI അതിനെ നേരിടും. ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ശരി, ഷാനിബ് ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ B. റെജി, ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത് കൊണ്ടാണ് DYFI ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഷാഫി പറമ്പിലാണ് അത്തരമൊരു നീക്കം നടത്തുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതും. കാരണം ഷാഫിക്ക് കൈവിടാൻ പറ്റുകയില്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ. ഷാഫിയുടെ നോമിനിയാണല്ലോ രാഹുൽ. നോക്കൂ, എത്ര അവാസ്തവമായ കാര്യങ്ങളാണ് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ്. അദ്ദേഹം 14 വർഷത്തോളം MLA ആയിരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. നിലവിൽ അദ്ദേഹം MP ആണ്. മാത്രമല്ല, കേരളത്തിലെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട്. അവരുടെ ആവലാതികൾ പരിഹരിക്കുവാനും അവരുടെ സ്നേഹ ആശംസകൾ സ്വീകരിക്കുവാനും അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഇന്ന് ഈ കേരളത്തിലുണ്ട്. മാത്രമല്ല, കേരളത്തിൻ്റെ സമുന്നതനായ നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അദ്ദേഹത്തെ സമീപിക്കുന്നതിനകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് യോഗമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് എത്ര പരിഹാസ്യമാണ്. ഗ്രൂപ്പ് യോഗത്തിന്റെ ആശാൻ തന്നെയാണ് ഷാഫി പറമ്പിൽ. മുമ്പും അദ്ദേഹം ഗ്രൂപ്പ് യോഗങ്ങൾ വിളിച്ചിട്ടുള്ള പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഗ്രൂപ്പുകൾക്ക് മുന്നിലുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹം 14 വർഷത്തോളം അദ്ദേഹം MLA ആയി മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. നിലവിൽ അദ്ദേഹം MP ആണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് പല ആവശ്യങ്ങളും സാധിക്കാനുണ്ട്. മാത്രമല്ല, കേരളം അംഗീകരിക്കുന്ന, ആദരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. നോക്കൂ, വടകര DYFIക്കാർ അദ്ദേഹത്തെ തടഞ്ഞപ്പോൾ അദ്ദേഹം ഒരു 100 മീറ്റർ മുന്നോട്ട് പോയപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്നു ചേർന്നത്. നമ്മൾ കേരളം കണ്ടതല്ലേ. പിന്നെ ഈ DYFI നേതാവ് ശ്രീ ഷാനിബ് പറയുന്ന കേട്ടാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏകപക്ഷീയമായ അല്ലെങ്കിൽ ഒറ്റതിരിഞ്ഞ ഒരു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ എതിർ പാളയത്തിനെ കുറിച്ച് ഇങ്ങനെ വാചാലനായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഹീനമായ ശ്രമങ്ങളെ എത്രമാത്രം പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു എന്നുള്ളത് കേരള സമൂഹം മറക്കില്ല.
നോക്കൂ, അദ്ദേഹം MLA തടയും എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ എനിക്ക് ആ MLA, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഏറ്റവും ധാർമ്മികത അങ്ങേയറ്റം അതിൻ്റെ ഏറ്റവും വലിയ നിലവാരത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ, അതായത് ഒരു പരാതിക്കാർ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്ത് ചെയ്തു? അയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് അയാളെ മാറ്റി, അയാളെ അതുപോലെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അയാളെ മാറ്റി, അയാളെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ആ കാര്യം കേരളത്തിലെ ജനങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള ഏറ്റവും പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ജനസമൂഹം പ്രഖ്യാപിക്കുകയും അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 9.5 വർഷത്തെ അവരുടെ ഭരണം കൊണ്ട് ഈ സമൂഹത്തെ, അതായത് ജനങ്ങളെ ഈ ഭരണവിരുദ്ധ വികാരത്തെ നിന്ന് ശ്രദ്ധ അകറ്റുന്നതിനും അതോടൊപ്പം ഈ ഹവാലയും റിവേഴ്സ് ഹവാലയും അതുപോലെ വിദേശത്തു നിന്ന് എത്തിയ പണം മന്ത്രിമാർക്കുൾപ്പെടെ ലഭിച്ചു എന്നുള്ള പരാതിയും പാർട്ടി സെക്രട്ടറിയുടെ പുത്രനെതിരെ രേഖ ലീക്ക് ചെയ്ത് കൊടുത്തു സംബന്ധിച്ചുള്ള പരാതികളും ഒക്കെ സമൂഹത്തിൽ ചർച്ച വരുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ജനശ്രദ്ധ അകറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വാദങ്ങളുമായി മുന്നോട്ട് വന്നത്. ഇത് മുഴുവൻ ഉയർന്നു വന്നത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇത് വെളിയിൽ വിട്ടത്, അല്ലാതെ മറ്റു പാർട്ടിക്കാരല്ല. അവരത് ഏറ്റെടുക്കും സ്വാഭാവികമായിട്ട്. നോക്കൂ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ CPM-ന് അല്ലെങ്കിൽ DYFIക്ക് ഇത് പറയാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മിക ബാധ്യത ഉണ്ടെന്ന് അങ്ങ് കരുതുന്നു? ധാർമ്മികമായിട്ട് CPM-ന് ബാധ്യതയില്ല, അംഗീകരിക്കുന്നു. പക്ഷേ M. മുകേഷ് അദ്ദേഹം FIR രജിസ്റ്റർ ചെയ്ത് മാത്രമല്ല കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുമാത്രം പരാതികളാണെന്നത് എവിടെ പോയി? 5 വർഷം വെച്ച് കാത്തിരുന്നു. കേരളത്തിലെ സ്ത്രീജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അങ്ങേയറ്റം വാചാലമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു CPM. നോക്കൂ, എത്ര പേർക്കെതിരെയാണ്, മുൻ മന്ത്രിമാർക്കെതിരെ, ഞാൻ അവരുടെ പേരുകൾ പരാമർശിക്കുന്നില്ല, അവരെ സംബന്ധിച്ചുള്ള വാട്സാപ്പ് ചാറ്റുകളും വോയിസ് റെക്കോർഡുകളും ഇന്ന് എത്ര ശരിയാണ്. കടകംപള്ളി സുരേന്ദ്രനെതിരെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒന്നും ഒരു മാനനഷ്ട കേസ് പോലും കൊടുക്കുവാൻ തയ്യാറായില്ല. അതൊക്കെ സംഭവിച്ചതാണ്. പക്ഷേ ആ ധാർമ്മികത, അവിടെ ധാർമ്മികത ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM-ന് അവർക്കത് പറയുവാനുള്ള അർഹതയുമില്ല. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഇയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ട് പോലും ഈ താങ്കൾ പറയുന്ന പോലെ ഒരു സമുന്നത നേതാവ്, കേരളം ആദരിക്കുന്ന നേതാവ്, അങ്ങനെയൊക്കെയാണല്ലോ ഷാഫിയെ സംബോധന ചെയ്തത് താങ്കൾ, ആ ഒരു നേതാവ് തന്നെ ഇടപെട്ടുകൊണ്ട് ഈ വ്യക്തിയെ പാലക്കാട് മണ്ഡലത്തിൽ അവതരിപ്പിക്കുവാനുള്ള ശ്രമം നടക്കുകയാണ് ശ്രീ B. റജി. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് രഹസ്യ യോഗമൊക്കെ പാലക്കാട് ചേരുന്നത്. അത് കണ്ണുമടച്ച് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് യോഗം ചേർന്നിട്ട് ആരും അത് അംഗീകരിക്കാനൊന്നും പോകുന്നില്ലല്ലോ, നിഷേധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അതൊരു പതിവാണ്. ഷാഫി നിഷേധിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ സംഭവമാണ്, അങ്ങനെ നടന്നിട്ടുണ്ട് അവിടെ. നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അത് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അത് കോൺഗ്രസിൻ്റെ മുഴുവൻ അണികളും നേതാക്കളും അതിൻ്റെ പ്രവർത്തകരും അങ്ങേയറ്റം 100% അത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യും. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി ഇന്റർനാഷണൽ കോൺഗ്രസിൽ ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒറ്റതിരിഞ്ഞ്, അതായത് ഷാഫി പറമ്പിലിനെ അക്കാര്യത്തിൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ പ്രതിയോഗികളുടെ തന്ത്രപരമായ തോന്നുന്നുണ്ടോ? ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ്, പ്രതിയോഗികളുടെ തന്ത്രമാണ്. ഷാഫി പറമ്പിലിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണ്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തതിന് ശേഷം ആ വ്യക്തിയെ, MLA പാലക്കാട്ട് വീണ്ടും കൊണ്ടുവരുവാനുള്ള ശ്രമമൊന്നും ഷാഫിയുടെ ഭാഗത്ത് നടക്കുന്നില്ല. പിന്നെ ഷാഫി രാഹുലിനെ അനുകൂലിക്കുന്നില്ല, രാഹുലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ DYFIയുടെ ഈ സമരമൊക്കെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വടകരയിലൊക്കെ കണ്ടത് അതൊന്നുമില്ല എന്നാണ് B. റജി പറയുന്നത്. ശ്രീ മഞ്ജുഷ്, ശ്രീ ഷാഫി പറമ്പിലിനെ ഈ വിഷയത്തിൽ ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, അദ്ദേഹത്തിനെതിരെ അസഭ്യം പറയുക, ഇതൊക്കെ തന്നെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. കാരണം ഇവിടെ ആരോപണം നേരിടുന്നത് ഷാഫി അല്ല. ഷാഫി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഗോഡ് ഫാദർ ആയിരുന്നിരിക്കാം. പക്ഷേ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയുള്ള ആരോപണങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ശ്രീ ഷാഫി പറമ്പിൽ ഒരു പാർട്ടിയാണ് എന്ന രീതിയിലോ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു എന്ന രീതിയിലത്തേക്കോ പൊതുസമൂഹത്തിന് വിശ്വസനീയമായിട്ടുള്ള ഒരു തെളിവുകളും നമുക്കില്ലാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ ഒരു കൂട്ടുപ്രതി എന്ന കണക്ക് ആക്ഷേപിക്കുകയോ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം ഏർപ്പെടുത്തുകയോ അദ്ദേഹത്തിന് നേരെ അസഭ്യ വർഷം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇവിടെ ശ്രീ റജി ഇവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ആശങ്ക പങ്കുവച്ചു. നിരവധി ആൾക്കാർക്ക് MP എന്ന നിലയിൽ തുടർന്നും സമീപിക്കേണ്ടുന്ന ആളാണ് ശ്രീ ഷാഫി പറമ്പിൽ
എന്നതിൽ അദ്ദേഹത്തിന് ആശങ്കയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലാണെങ്കിലും വരും. അവിടെയൊക്കെ തന്നെ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നൊക്കെയാണ് അദ്ദേഹം ആ പറയുന്നതിൻ്റെ പൊരുൾ. ഞാൻ ചോദിക്കുന്നത് അതേപോലെ തന്നെയല്ലേ പാലക്കാട്ടുള്ള ആൾക്കാർക്കും? അവർക്കും അവരുടെ MLA-യെ ഇതേപോലെ തന്നെ സ്വതന്ത്രമായി സമീപിക്കുന്നതിനുള്ള, ആ MLA-ക്ക് അവിടെ സ്വതന്ത്രമായി ഇടപെടുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ കോൺഗ്രസ് ഡിസോൺ ചെയ്തിരിക്കുന്ന താൽക്കാലികമായിട്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, അവിടെ ഒരു MLA-യുടെ ഗ്യാപ്പ് ഇല്ലാതെ ഇരിക്കുക, അതൊരു എന്താണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വേക്കൻറ്റ് സീറ്റാണ് എന്ന് തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിന് എന്ത് ധാർമ്മികതയാണ്, എന്ത് ഉത്തരവാദിത്തമാണുള്ളത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങളിങ്ങനെ പൂർണ്ണമായിട്ടും വടകര MP-യുടെ കാര്യത്തിലേക്ക് മാത്രമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പാലക്കാട് MLA ഇപ്പോൾ അദ്ദേഹം MLA എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ടോ? പാലക്കാട്ടെ ജനങ്ങൾക്ക് അദ്ദേഹം ആക്സസിബിൾ ആണോ? അവിടെയുള്ള അമ്മ പെങ്ങന്മാരെ അദ്ദേഹം ഇപ്പോഴും നിയമസഭയിൽ പ്രതിനിധീകരിക്കുകയല്ലേ? അദ്ദേഹത്തിന്റെ ആ മണ്ഡലത്തിൽ സാന്നിധ്യമുണ്ടോ ഇല്ലയോ? ഈ കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൃശ്ശൂർ മണ്ഡലത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടല്ലോ. നമ്മളെല്ലാവരും തന്നെ കണ്ടതല്ലേ? അദ്ദേഹം അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതേപോലെ കൊല്ലം MLA ആയിട്ടുള്ള ശ്രീ M മുകേഷ് അവിടെ ഇല്ല, അദ്ദേഹത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ ഒക്കെ പ്രവർത്തകർ അവിടെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞതാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സമയത്ത് പാലക്കാട് MLA കാണാനില്ല, അദ്ദേഹം മണ്ഡലത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ വ്യക്തികളോ കോൺഗ്രസിനെതിരെ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? അപ്പോൾ ഇവിടെ പ്രാഥമികമായിട്ട് അറിയേണ്ടതായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഷാഫിയുടെ വിഷയത്തിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ ചോദ്യങ്ങളെ മറയ്ക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. ആ ചോദ്യങ്ങളിൽ ഒന്നാമത്തേത്, എത്ര കാലത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിലവിലെ സസ്പെൻഷൻ? ശ്രീ റജിക്ക് അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം. 2, എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത്? അദ്ദേഹത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം. 3, ഏത് സാഹചര്യത്തിലാകും ഈ സസ്പെൻഷൻ ഡിസ്മിസലായി മാറുക? കാരണം സസ്പെൻഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് പുറത്താക്കുകയാണല്ലോ. അതിനെ ഡിസ്മിസലാക്കി മാറ്റണമെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ഇനി സമയബന്ധിതമായിട്ട് ഈ നടപടി പൂർത്തിയാക്കുമോ? എങ്കിൽ എത്രയാണ് ആ സമയം? ഈ 4 ചോദ്യങ്ങൾ വളരെ പ്രസക്തമല്ലേ? ഈ ചോദ്യങ്ങളെ കുറിച്ച് ആർക്കറിയില്ല, ആഭ്യന്തര അന്വേഷണമില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ പിന്നെ താൽക്കാലികമായി പുറത്താക്കപ്പെടുന്ന ഒരാൾ എങ്ങനെയാണ് അയാളുടെ നിരപരാധിത്വം ബോധിപ്പിച്ച് അകത്ത് കയറുക? ഇനി അദ്ദേഹത്തിനെ പെർമനന്റ് ആയിട്ട് നമ്മൾ പുറത്താക്കേണ്ടതുണ്ട് എന്ന് പാർട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണമില്ലാതെ എങ്ങനെയാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ സസ്പെൻഷനിലേക്ക് എത്ര കാലം വെച്ചേക്കാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യമില്ലേ? ആ ചോദ്യത്തിന് കോൺഗ്രസ് മറുപടി പറയേണ്ടതാണ്. കാരണം അത് കേവലം രാഷ്ട്രീയ താല്പര്യത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമല്ല, മറിച്ച് പാലക്കാട്ടുള്ള ജനങ്ങൾക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഇന്റൻസ് ഫൈറ്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് ഒരുപക്ഷെ ഏറ്റവും ചെറിയ മാർജിനിൽ ഒരു BJP സ്ഥാനാർത്ഥി കേരളത്തിൽ തോറ്റ വളരെ ചുരുക്കം ചില സീറ്റുകളിൽ ഒന്നായിരുന്നു പാലക്കാട്. അവിടെ ഒരു പ്രസ്റ്റീജിയസ് ഫൈറ്റ് ആണ്. ആ ഫൈറ്റിൽ 17,000-ലധികം ഭൂരിപക്ഷം നിങ്ങൾക്ക് തന്ന് BJP സ്ഥാനാർത്ഥിയുടെ മുകളിൽ കോൺഗ്രസിന്റെ ഒരു കാൻഡിഡേറ്റിനെ ജയിപ്പിച്ചിരിക്കുന്ന ജനങ്ങളോട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രതിബദ്ധത ഉണ്ടാകേണ്ടതല്ലേ? അപ്പൊ അവരെ ആരും നിയമസഭയിൽ പ്രതിനിധീകരിക്കേണ്ട എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അവർക്കൊരു MLA വേണ്ട എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഞാൻ പറയുന്നത് ഷാഫി പറമ്പിലിനെ ആക്രമിക്കുന്നത് ശരിയല്ല എന്നുള്ള വാദത്തിനോടൊപ്പം പൂർണ്ണമായി ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ അല്ലെങ്കിൽ അവിടെയുള്ള KPCC ജനറൽ സെക്രട്ടറി ശ്രീ ചന്ദ്രന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് യോഗം കൂടിയിട്ടില്ല എന്ന് ശ്രീ ഷാഫി പറയുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല, പോയിട്ടില്ല, ചന്ദ്രൻ വീട്ടിലുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ മുഖവിലയ്ക്ക് തന്നെ സ്വീകരിച്ചോളൂ. അപ്പൊ അവിടെ എല്ലാം നമ്മൾ കോൺഗ്രസിനൊപ്പം നിൽക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ലല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. പ്രധാനപ്പെട്ട വിഷയം പാലക്കാട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ MLA എപ്പോൾ കാണാൻ കിട്ടും? ആ കാര്യത്തിൽ സസ്പെൻഡ് ചെയ്തതോടുകൂടി പാർട്ടിയുടെ ഉത്തരവാദിത്വം തീർന്നു എന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണെന്നേ? എനിക്ക് പിന്നെ നിങ്ങൾ ഡിസ്മിസ് ചെയ്യൂ, അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ രാജിവെക്കാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടും. ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ശ്രീ റജി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു സ്ഥാനത്ത് ഒരു പദവിയിൽ ഇരിക്കുന്ന ആളിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് നമ്മൾ കേട്ടുകഴിവില്ലാത്തൊരു കാര്യമാണ്. അദ്ദേഹം ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. ശരി, ആ സ്ഥാനം എന്ന് പറയുന്നത് പാർട്ടിയിലെ ഒരു അന്വേഷണത്തിൽ അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ അത് നടക്കുമ്പോൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ അദ്ദേഹം ഇരിക്കാൻ പാടില്ല എന്നൊരു ധാർമ്മികത മുൻനിർത്തിയിട്ടാണെങ്കിൽ അദ്ദേഹത്തിനോട് രാജിവെക്കാനായിട്ട് ആവശ്യപ്പെടാം. ശരി, അദ്ദേഹം രാജിവെച്ചു. പക്ഷെ ഞാൻ പറയുന്നത് ഒരാളിനോട് വിശദീകരണം ചോദിക്കുമ്പോൾ, അയാളുടെ ഭാഗം കൂടി കേൾക്കുമ്പോൾ, അയാൾ ഈ പാർട്ടിയിൽ ഒരു അംഗമാകാനേ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള വളരെ ഉയർന്ന ധാർമ്മികതയാണ് കോൺഗ്രസ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ അതേ ധാർമ്മികതയ്ക്ക് അവകാശം പാലക്കാട്ടെ ജനങ്ങൾക്കില്ലേ എന്നുള്ള ചോദ്യത്തിന് എന്ത് മറുപടിയാണ്? അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ട് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യത്തിനെ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും ഉന്തിയും തള്ളിയും ഇത് കരക്കെത്തിക്കുക എന്നുള്ളതല്ല എങ്കിൽ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ശ്രീ റജിക്ക് മറുപടി ഉണ്ടോ എന്ന് എനിക്കറിയണം. ഞാനത് കോൺഗ്രസിലുള്ള പല ആൾക്കാരോടും ചോദിച്ചു, അവർക്ക് മറുപടിയില്ല. എത്ര കാലത്തേക്കാണ് ഈ സസ്പെൻഷൻ എന്നും ആ സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്നതിനോ അത് ഡിസ്മിസലാക്കി മാറ്റുന്നതിനോ ഉള്ള മാനദണ്ഡം എന്താണ് എന്നതിനെ പറ്റി എനിക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് സമയത്തേക്കാവും അത് കിട്ടുക? ഇനി അഥവാ ആരെങ്കിലും ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരെ ഫോർമലായിട്ടുള്ള ഒരു പരാതി കൊടുക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണോ അദ്ദേഹത്തിനെതിരെ ഈ ഡിസ്മിസൽ നടപടിയിലേക്ക് പോവുക?
അതോ ആ സമയത്ത് നിങ്ങൾ മുകേഷിനെതിരെ FIR വന്നല്ലോ, അപ്പോൾ FIRന് കാത്തിരിക്കാം, കുറ്റപത്രം വന്നല്ലോ, അപ്പോൾ കുറ്റപത്രത്തിന് കാത്തിരിക്കാം, ഇനി അതല്ല എങ്കിൽ ശിക്ഷ വിധിക്കട്ടെ, ശിക്ഷ വരെ കാത്തിരിക്കാം എന്നൊരു നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നിങ്ങൾ പറയുന്ന ബോധ്യമാകുന്നില്ല. നോക്കൂ, ഇത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആരോപണം പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ എത്തിപ്പെട്ടപ്പോൾ അടിയന്തരമായി ഈ പറഞ്ഞ നടപടികൾ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അതായത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തു നിർത്തി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി, പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമാകാതെ മാറ്റി നിർത്തി. അപ്പോൾ ഇത് പ്രാഥമിക ഘട്ടത്തിൽ അടിയന്തരമായി അനിശ്ചിത കാലത്തേക്കാണ് ഈ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്മേൽ തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് പാർട്ടി നേതൃത്വം കൂട്ടായി ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും. അതിൽ ഒരു തർക്കവുമില്ല. നോക്കൂ, അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചായാലും ജനങ്ങളെ സംബന്ധിച്ചായാലും പാലക്കാട് ഇന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ മെമ്പർ ഓഫ് പാർലമെൻറ്റാണ്. അദ്ദേഹം അവിടെ ഉണ്ട്. എല്ലാ കോൺഗ്രസ്സുകാരും അവിടെ പ്രവർത്തന സജ്ജരായി മുന്നിൽ തന്നെ ഉണ്ട്. ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതൃനിര കൃത്യമായും യുക്തമായും വ്യക്തമായും ഒരു നടപടി സ്വീകരിക്കുന്നത് വരെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു തീരുമാനം നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ശ്രീകണ്ഠൻ മതി എന്നാണോ? അല്ല, പാലക്കാട് MP മതി എന്നാണോ? അല്ല, ഒരു ജനപ്രതിനിധി അവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഭംഗ്യന്തരാണ് സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. അവിടെ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ടെങ്കിൽ അവിടെ MP ഉണ്ട്. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതൃനിര ഒരു തീരുമാനമെടുക്കണം. നോക്കൂ, ഇവിടെ ഒരു പരാതിക്കാരില്ല. അപ്പോൾ ഇവിടെ അതാണ് ഒരു പ്രശ്നം. ഒരു പരാതി ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു പരാതിക്കാരി അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ച വ്യക്തികൾ ഇല്ലാതിരിക്കെ മുമ്പാകെ ഇത്തരത്തിൽ ഒരു ആരോപണം വന്ന സാഹചര്യത്തിൽ അടിയന്തരമായി സ്വീകരിച്ച നടപടികളാണ്. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇവിടെ ഒരു പരാതിക്കാരി പോലും ഇല്ലാത്ത ഒരു കേസിൽ അതിലാണ് ഇത്തരത്തിലുള്ളൊരു ശക്തമായ നടപടി MLA-ക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി. എന്നിട്ടും ഇദ്ദേഹത്തെ മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ല എന്ന നിലപാട് LDF എടുക്കുകയാണ്. പ്രത്യയശാസ്ത്രപരമായ അടിസ്ഥാനമോ സംഘടനാപരമായ ഒരു ചട്ടക്കൂടൊന്നും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ഈ സസ്പെൻഷൻ നാടകം എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അതിന് വ്യക്തമായ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്കകത്ത് പറയുന്ന പല കാര്യങ്ങളും അതിനകത്താണ് താക്കീത് കൊടുക്കുക, ശാസിക്കുക. സസ്പെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഭരണഘടന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അതിനകത്തൊരു പീരീഡ് ഉണ്ടാവും. അല്ല, അൺലിമിറ്റഡ് സസ്പെൻഷൻ എങ്ങും പറയുന്നതില്ല. അയാളെ സസ്പെൻഡ് ചെയ്യുക, എന്നിട്ട് അയാൾക്ക് അതെന്താണെന്ന് പൊതുജനത്തോട് അറിയിക്കുക. ഇതൊക്കെയാണ് സംഘടനാപരമായ മര്യാദ. ഇത് വെറുതെ KPCC പ്രസിഡന്റ് വന്നതുകൊണ്ട് ഞങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇത്ര നാളത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇൻഡെഫിനിറ്റായിട്ട് സസ്പെൻഡ് ചെയ്യാന്ന് പറയാൻ തന്നെ അത് തന്നെ ഭരണഘടന വിരുദ്ധമാണ്. ആ പാർട്ടിക്ക് ഒരു ഭരണഘടന ഇല്ല എന്നുള്ളതിന്റെ തെളിവാണത്. പിന്നെ ഇവിടെ രാഹുലിന്റെ തടയുന്നു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് പാലക്കാട്ടെ പൊതുജനങ്ങളുടെ ഒരു വികാരമാണ്. പിന്നെ ഷാഫി പറമ്പിലിനെ തടയുന്നൊന്നും ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹം അവിടുത്തെ ആളുമല്ല, അദ്ദേഹം നേരത്തെ MP ആയിട്ടിരുന്നുള്ള MLA ആയിട്ടിരുന്നുള്ള അല്ലാതെ അദ്ദേഹത്തിന് തടയുന്നതോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി കോൺഗ്രസ് ചെയ്യേണ്ടത്, ഞാൻ പണ്ടൊരിക്കലും ഈ ചർച്ചയിൽ പറഞ്ഞതാണ്, ഒരാൾ തെറ്റ് ചെയ്തുകൊണ്ട് ആ തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയല്ല. മുകേഷ് MLA-ക്ക് വ്യഭിചാര കേസിൽ പ്രതിയായിട്ടുണ്ടെന്ന് വിചാരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് അങ്ങനെ തുടരട്ടെ എന്ന് പറയുന്ന ഒരു ന്യായീകരണം ശരിയല്ല. അത് ഇരുട്ടുകൊണ്ട് ഒട്ടയടക്കുകയാണ്. തെറ്റിനെ തെറ്റായി തന്നെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യേണ്ടത് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ MLA സ്ഥാനം തുടരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ പരാതി ശരിയാണ്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിനെതിരെ വ്യക്തമായിട്ട് ഒരു സ്ത്രീയും പോലീസിന് മുന്നിൽ പരാതി നൽകിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ മീഡിയയുടെ മുന്നിൽ നിരവധി സ്ത്രീകൾ വന്ന് പരാതി നൽകിയിട്ടുണ്ട്. നിയമപരമായിട്ട് ഞാൻ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസും നിലനിൽക്കത്തതുമില്ല. നമുക്കറിയാം, ഇവിടെ സിനിമാക്കെതിരെ ഒത്തിരി കേസെടുത്തു. ആ കേസുകൾ ഒന്നും തന്നെ നിലനിന്നില്ല. കാര്യം എന്താ? അന്വേഷണ കമ്മീഷന്റെ മുന്നിലോ പോലീസിന്റെ മുന്നിലോ മൊഴി കൊടുക്കാൻ ഈ പരാതി പറഞ്ഞ അവർ ഒറ്റ സ്ത്രീകൾ പോലും സിനിമാ നടികൾ തയ്യാറായില്ല. അതുകൊണ്ട് ഒരു കേസുകൾ ഇപ്പോൾ നിലവിലില്ല. അപ്പൊ അതുകൊണ്ട് ആ രീതി മാത്രമല്ലല്ലോ നമുക്കെപ്പോഴും എനിക്കെതിരെ കേസുണ്ടോ, ഞാൻ കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റം തെളിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു സ്ഥിര മൊഴിയുടെ അല്ല പല രാഷ്ട്രീയക്കാരും പല സിനിമാക്കാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ പറയുന്നതാണ് എനിക്കെതിരെ കേസുണ്ടോ അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് കോടതി പിരിച്ചോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രത്യയശാസ്ത്രം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പ്രത്യയശാസ്ത്രപര അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ട സംഘടനാ നടപടികൾ ഇത് മാത്രമല്ല, ആ സസ്പെൻഷനോടൊപ്പം തന്നെ അവർക്ക് അതിനകത്തുള്ള ഉത്തരവാദിത്തമുണ്ടെങ്കിൽ, ഈ സമൂഹത്തോടൊരു ധാർമ്മിക ബോധമുണ്ടെങ്കിൽ, അതിലൊക്കെ ഉപരിയായിട്ട് പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ വലിയ ഭൂരിപക്ഷത്തിൽ ജനിച്ചു വന്നൊരു സ്ഥാനത്തെയാണ്. അങ്ങനെ ജയിച്ചു വന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അത് രാജിവെച്ച് ഇലക്ഷൻ നേടാൻ തയ്യാറാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല മഞ്ചേഷേ. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഈ സീറ്റിൽ ഞങ്ങൾ വീണ്ടും ജയിക്കുമോ
രണ്ടാമതൊന്ന് BJP ജയിക്കുമോ അതോ മൂന്നാമത് കിടക്കുന്ന LDF ജയിക്കുമോ? ഇതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അപ്പൊ അവർക്ക് ആ സീറ്റിനെ കുറിച്ചൊരു ഉറച്ച ബോധമില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ ജയിച്ചു എന്നുള്ളതല്ലാതെ തുടർന്ന് ആ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം മാത്രമാണ്. അല്ലെങ്കിൽ അവർ രാജിവെപ്പിച്ചിട്ട് ഇലക്ഷൻ നടത്തട്ടെ. തീർച്ചയായിട്ടും കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ കോൺഗ്രസിന്റെ ടിക്കറ്റിലാണ് രാഹുൽ മത്സരിച്ചതെങ്കിൽ ഉത്തരവാദിത്തമുള്ള പാർട്ടി പ്രവർത്തനം എന്നുള്ളതിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോൾ അതോടൊപ്പം തന്നെ MLA അപ്പോൾ താങ്കൾ പറഞ്ഞ മറ്റൊരു പോയിന്റ് ഉണ്ട്. ഈ പരാതിക്കാരികൾ ഒന്നും പോലീസിനെ സമീപിച്ചില്ല എങ്കിൽ, മൊഴി കൊടുത്തില്ല എങ്കിൽ, അപ്പോൾ ആ രാജിവെച്ചുകൊണ്ട് MLA സ്ഥാനം പോയി എന്നാകൂല്ലേ? തീർച്ചയായിട്ടും MLA സ്ഥാനം തിരിച്ചു കിട്ടത്തില്ല. മന്ത്രിസ്ഥാനം നേരത്തെ ചർച്ചയിൽ പറഞ്ഞാണ് മന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടാം, പക്ഷേ MLA സ്ഥാനം തിരിച്ചു കിട്ടാൻ രാജിവെച്ചാൽ വീണ്ടും അപ്പൊ അദ്ദേഹത്തിന് വീണ്ടും ഇപ്പൊ ഇതൊരു 6 മാസത്തെ പ്രശ്നമേ ഉള്ളൂ. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ വീണ്ടും 2026 ഒരു തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് മത്സരിക്കാം. അതൊക്കെ അദ്ദേഹം തെളിയിക്കേണ്ട കാര്യമാണ്. ഈ സ്ത്രീകൾക്കൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല, പോലീസിന്റെ മുന്നിൽ മൊഴി കൊടുക്കാൻ ആരും പോകുന്നില്ല, തെളിയിക്കട്ടെ. അപ്പൊ നമുക്ക് തന്നെ പറയാമല്ലോ, അദ്ദേഹം പിന്നെ സീതാദേവി അഗ്നിയിൽ പരിശുദ്ധി തെളിയിച്ചതുപോലെ അഗ്നിയിൽ പരിശുദ്ധി തെളിയിച്ച് പുറത്തേക്ക് വരട്ടെ. അങ്ങനെ പരിശുദ്ധരാണ് തോന്നുകയാണെങ്കിൽ ഈ സമൂഹം രണ്ട് കൈയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. അതിനൊന്നും ഞങ്ങൾക്ക് എതിരൊന്നുമല്ല. പക്ഷേ ഇരുട്ടോട്ട് ഓട്ടം അടയ്ക്കുന്ന കോൺഗ്രസിന്റെ ഒരു രീതി ശരിയല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പൊതുജനങ്ങളൊക്കെ വെളുപ്പിക്കാനുള്ള രീതി മാത്രമാണ്. പക്ഷെ കേരളത്തിലെ പൊതുജനം അത്രയും വിഡ്ഢികൾ വല്ലതും. അവരിതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നവരാണ്. അതിന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി, CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയേണ്ട ആവശ്യമില്ല. പൊതുജനത്തിന് കാര്യങ്ങൾ വിലയിരുത്താനുള്ള കഴിവ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് ശക്തമായ തിരിച്ചടി, അത് പാലക്കാട്ട് മാത്രമല്ല മറ്റ് പല മണ്ഡലങ്ങളിലും സമീപ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുന്നുള്ള പരിപൂർണ്ണ ബോധം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ഉരുണ്ടുകളി ഉണ്ടാകുന്നത്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ആയാലും ആരെയായാലും തടയണമെന്നുള്ള അഭിപ്രായക്കാരെന്നുള്ള ഞാൻ അതൊന്നും ഒരു ശരിയായ രാഷ്ട്രീയ നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇടതുപക്ഷത്ത് LDFന് മൊത്തത്തിലൊക്കെ ഒരു തീരുമാനമൊന്നുമില്ല. ഞങ്ങളൊക്കെ LDFനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ നിയോജകമണ്ഡലം കമ്മിറ്റി അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിന് തടയാനായാലും കാര്യം അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കാത്തടത്തോളം കാലം അദ്ദേഹം MLA ആണ്. MLA എന്നുള്ള നിലയിൽ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ബന്ധപ്പെട്ടേക്കാം. അങ്ങനെയുള്ള ആ രീതിയിലുള്ള ഒരു സമരമുറയിലേക്കൊന്നും പോകേണ്ട കാര്യം. കൊല്ലത്ത് മുകേഷ് തടയുമ്പോഴാണ് ഞങ്ങൾ എതിർത്തവരാണ്. ഷാനിബ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ അത് MLA ആണ് പാലക്കാട്ടെ. അപ്പോൾ പാലക്കാട് എത്തുമ്പോൾ കാലുകുത്തിക്കില്ല എന്ന് പറയുന്നതൊക്കെ പ്രതീകാത്മകമായ ഒരു സമരം നടത്താം. അതിനപ്പുറത്തേക്ക് ഒരു സമരം പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ലല്ലോ. നിങ്ങൾ 1-2 ദിവസം ചിലപ്പോൾ സമരം നടത്തിയേക്കാം. അല്ല, ഇവിടെ എന്താണ് ഇതിന് ഈ വിഷയത്തിന്റെ കാതലായ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ വന്നാൽ തടയുമോ എന്ന കാര്യത്തിലേക്ക് ചർച്ചയെ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതായത് ഇയാൾ ആരുടെ MLA ആയിട്ടാണ് അവിടെ വരുന്നത്? ഏത് പാർട്ടിയാണ് അയാളെ സംരക്ഷിക്കുന്നത്? പാർട്ടി തന്നെ പുറത്താക്കിയ ഒരാൾ, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാൾ അവിടെ വരുന്നത് ഏത് പാർട്ടിയുടെ MLA ആയിട്ടാണ്? അപ്പൊ അത് ഇവർ സംരക്ഷണം കൊടുക്കും എന്ന് ഭഗ്യന്തരേണ ഇവർ പറയുകയാണല്ലോ. വന്നാൽ തടയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ ഇദ്ദേഹം ചോദിച്ചു എന്നല്ല, പൊതുവെ അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നത് ഇവർ സഹായിക്കാൻ തയ്യാറാകുന്നു എന്ന ഒരു അർത്ഥത്തിലാണല്ലോ. നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞൊരു കാര്യം, ഷാഫി പറമ്പിൽ കൂട്ടുപ്രതിയാണ് എന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല. നമ്മൾ ആരും അത് പറയുന്നില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അതൊക്കെ തെളിവുകൾ പുറത്തു വരുമ്പോൾ ഏതെങ്കിലും പെൺകുട്ടികൾ അത് പുറത്തു വന്ന് പറയുന്നത് വരെ നമ്മളത് കൂട്ടുപ്രതിയാണ് എന്ന് പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു എന്നത് സാഹചര്യ തെളിവുകൾ വെച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മളോട് സംസാരിച്ച ആളുകൾ പറയുന്നതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. പക്ഷെ അതിനെയും നമുക്ക് തള്ളിക്കളയാം. നമ്മുടെ മനസ്സിലാക്കലാണല്ലോ. അതിപ്പോ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് അദ്ദേഹം സമ്മതിക്കാത്തടത്തോളം കാലം നമുക്കറിയില്ലല്ലോ. പക്ഷെ ഈ പറഞ്ഞ പുറത്തു വന്നിട്ടുള്ള ഓഡിയോ അത് ഇയാൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ തെളിവുകൾ അത് ഇയാൾ കണ്ടിട്ടുണ്ടല്ലോ. VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ 2ാം നിര 3ാം നിര എന്ന് പറഞ്ഞ് ഉയർത്തി കാണിച്ച് വളരെ അഭിമാനത്തോടുകൂടി തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ദിവസം മൂർധാവിൽ ചുംബിച്ച് അനുഗ്രഹിച്ചയച്ച ആ ചെറുപ്പക്കാരനെ ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം പുറത്താക്കണം എന്ന നിലപാട് സ്വീകരിച്ചതായി നമുക്കറിയാമല്ലോ. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമുള്ള നിലപാടുണ്ടാകും, അയാൾ പുറത്താക്കപ്പെടും എന്ന സൂചനകൾ VD സതീശൻ തന്നല്ലോ. 60 വയസ്സിലധികം പ്രായമുള്ള VD സതീശൻ ആ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണെന്ന് പറയുന്ന, യൂത്ത് ഐക്കണാണെന്ന് പറയുന്ന ഈ വടകര MP ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ഈ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ UDFിലെ 2 വനിതാ MLA മാരാണ്. അവ 2 പേരും പറഞ്ഞു MLA സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തണം.
അതുപോലെ തന്നെ കോൺഗ്രസിലെ യുവതികൾ ഒരുപാട് ആളുകൾ പറഞ്ഞു, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ പറഞ്ഞു, KC വേണുഗോപാൽ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ ആളെന്ന് പറയപ്പെടുന്ന ആളുടെ സഹധർമ്മിണിയായിട്ടുള്ള ആൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നു. കോൺഗ്രസ് കുടുംബത്തിലെ ആളുകളുടെ പോലും കുടുംബം തകർക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. ചില ആളുകൾ അത് അംഗീകരിക്കുന്നു, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാകുമല്ലോ, ഇതെല്ലാം ശരിയായത് കൊണ്ടായിരിക്കുമല്ലോ ഇയാളെ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതും സസ്പെൻഡ് ചെയ്തതും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുമൊക്കെ. ഇല്ലാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ അങ്ങനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കില്ലല്ലോ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തൊന്നും മാറ്റില്ലല്ലോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരം നടപടികൾ ഉള്ളത്. അങ്ങനെ ഒരാളെ എന്തിനാണ് ഈ പാലക്കാട് കൊണ്ടുവന്നിട്ട് പാലക്കാടിന്റെ ജനപ്രതിനിധിയായി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ശരിയാണല്ലോ റജി, അത് ശരിയുമാണ്. ഇതെല്ലാം നിങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. എന്നിട്ടും അവിടെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നേ മതിയാകൂ എന്ന നിലയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആര് പറയുന്നു പാലക്കാട്ടേക്ക് കൊണ്ടുവരണം എന്നൊക്കെ? അതൊക്കെ രാഷ്ട്രീയ എതിരാളികൾ വെറുതെ അവർ പ്രചരിപ്പിക്കുന്ന ചില ഈ വിഷയം അന്തരീക്ഷത്തിൽ നിലനിർത്തുവാൻ വേണ്ടി, യഥാർത്ഥത്തിൽ ഈ ഭരണവിരുദ്ധ വികാരത്തെ നിഷ്പ്രഭമാക്കുവാൻ വേണ്ടി, ശ്രദ്ധ മാറ്റി തിരിക്കുവാൻ വേണ്ടി ഈ രാഷ്ട്രീയ എതിരാളികൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്ന ചില അവരുടെ പ്രചരണ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിന് പ്രത്യയശാസ്ത്രപരമായ അടിത്തറയില്ല എന്നൊക്കെ ബഹുമാന്യനായ നമ്മുടെ പാനലിസ്റ്റ് പറയുകയുണ്ടായി. അദ്ദേഹം എന്താണ് കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാകാത്തത് കൊണ്ടോ അറിവില്ലാത്തത് കൊണ്ടോ ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഇത്രയ്ക്ക് മതേതര ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഇൻക്ലൂസീവ്നെസ്സിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി, അതായത് ഇന്ത്യയുടെ മഹത്തായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കരുത്തോടെ പ്രോജ്വലമായി സ്വാതന്ത്ര്യ സമരം നടത്തി ജനഹിതത്തെ മാനിച്ച് ഇന്ത്യയിൽ എല്ലായിടത്തും വേരോട്ടമുള്ള ജനഹൃദയത്തിൽ സ്ഥിരവാസമുള്ള ഒരു കോൺഗ്രസ് പ്രസ്ഥാനം, അങ്ങേയറ്റം ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് വ്യക്തമായ ഭരണഘടനയുണ്ട്, വ്യക്തമായ പ്രത്യയശാസ്ത്രമുണ്ട്. അത്തരത്തിലാണ് അത് മുന്നോട്ട് നീങ്ങുന്നത്. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനഹിതം മാനിച്ചുകൊണ്ട് ആണ് ഈ പാർട്ടി എപ്പോഴും പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും എൻ്റെ അനുഭവത്തിലും അതുതന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പൊതുജന മധ്യത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുവാൻ പൊതുമധ്യത്തിലേക്ക് വരാതെ തന്നെ അന്തരീക്ഷത്തിൽ ആരോപണം ഉണ്ടായപ്പോൾ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഉപരിയായി നടപടി സ്വീകരിച്ചു. ഇവിടെ BJPയെ സംബന്ധിച്ച് നോക്കൂ, എത്ര പേരാണ് അവരുടെ ആരോപണം മുനയിലുള്ളത്. ഇപ്പം തന്നെ കോഴിയുമായി ഈ വിഷയത്തിൽ മുന്നിൽ നിന്ന് സമരം നയിച്ച അദ്ദേഹത്തിനെതിരെ പീഡന ആരോപണം വന്നിരിക്കുകയല്ലേ. അതുപോലെ ചീറ്റിപ്പോയ ആരോപണങ്ങളല്ലേ, സതീശനത് ബോംബ് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നടന്നില്ല. അത് സംബന്ധിച്ച് ആ കുട്ടി ഇന്നും ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പീഡന പരാതി പരിശോധിക്കപ്പെട്ടിട്ടില്ലെന്നാണല്ലോ പറയപ്പെടുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അവർക്കതിനുള്ള ധാർമ്മികത കൂടി അവർ സ്വയം പരിശോധിക്കണം. നോക്കൂ, ഇപ്പോൾ MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നു എന്ന് വിചാരിക്കൂ. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം, അദ്ദേഹം നിരപരാധിയാണെങ്കിൽ തെളിയിക്കുവാനുള്ള ഒരു അവസരം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് കൊടുത്തുകൂടെ? കാരണം നമ്മൾ ഒരു റൂൾ ഓഫ് ലോയിൽ വിശ്വസിക്കുന്ന, നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ്, ഒരു സമൂഹമാണ്. നമുക്ക് വ്യക്തമായ ഒരു ഭരണഘടനയുണ്ട്, നിയമസംഹിതയുണ്ട്, നിയമ സംവിധാനമുണ്ട്. അപ്പോൾ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ തെളിയിക്കട്ടെ. തെളിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ശിക്ഷയും നൽകിക്കൊള്ളൂ. പക്ഷേ ആ മനുഷ്യനെ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കുവാനുള്ള ഒരു അവസരം നൽകിക്കൂടെ? എന്തുകൊണ്ട് മുകേഷ് രാജിവെക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പീഡന പരാതിയിൽപ്പെട്ടവർ നിൽക്കുന്നു? നിങ്ങൾ അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നില്ല, എന്നിട്ട് നിങ്ങൾ പുറത്താക്കുന്നു. എന്നിട്ട് പിന്നെ മറ്റുള്ളവരോട് പറയുകയാണ് ഒരു അവസരം കൊടുക്കൂ, അവരവസരം കൊടുക്കൂ എന്ന്. ഇതാണ് പറയുന്നത്. ഷാഫി പറമ്പിൽ എങ്ങനെയും ഈ ഇദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് കൊണ്ടുവരുവാനുള്ള തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വ്യക്തമാവുന്ന കാര്യമാണ്. വരികൾക്കിടയിലൂടെ ഇതെല്ലാം കടന്നു വരികയാണ്. നോക്കൂ, നമ്മൾ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അയാൾ ആ ആരോപണം തെളിയിക്കുന്നത് വരെ അയാൾ കുറ്റക്കാരനല്ല നിയമത്തിന്റെ മുമ്പാകെ. നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. CPM അങ്ങനെ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ. നേതാക്കൾക്കെതിരെ ആരോപണം വരുമ്പോൾ ആ നേതാക്കൾക്കൊപ്പം നിൽക്കുകയാണ്. അവരുടെ ഔദ്യോഗിക പദവികളൊന്നും മാറ്റുന്നില്ല. നിലവിൽ അങ്ങനെ CPM ചെയ്യുന്നു. അത് നല്ല കാര്യമല്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്കത് പറ്റിയിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് പറ്റിയില്ല? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് വിശ്വാസ്യത കൂടുതലായതുകൊണ്ട്, പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമായിട്ടൊരു വിശദീകരണം നൽകാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ.
കോൺഗ്രസ് പാർട്ടി അഭിപ്രായ സ്വാതന്ത്ര്യം അങ്ങേയറ്റം മാനിക്കുന്നൊരു പാർട്ടിയാണ്. അതിലെ നേതാക്കൾക്കും അണികൾക്കും ഒക്കെ തന്നെ അഭിപ്രായം പറയാം. അത്തരത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിൽ വെറുതെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ കഴിയുമോ? ഉടനടി അക്കാര്യത്തിൽ ഉടനടി അതിനകത്തൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. ആ തീരുമാനത്തിന് ശേഷം പിന്നെ മറ്റാരും അഭിപ്രായവുമായി മുന്നോട്ട് വന്നിട്ടില്ല. ആ അഭിപ്രായത്തിനോട് യോജിക്കുകയാണ്, യുക്തമായ ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഫർദറായി എത്ര കാലം വരെ ഉണ്ടെന്നോ അല്ലെങ്കിൽ തുടർ നടപടി എന്താണെന്നോ ഒക്കെ നിശ്ചയിക്കുവാൻ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾക്ക് അതിനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. അവരത് യുക്തമായ സമയത്ത് നിർവഹിച്ചിരിക്കും. ഇനി അദ്ദേഹത്തെ ഔദ്യോഗികമായി നമ്മുടെ ഷാനിബ് അദ്ദേഹം പറയുകയുണ്ടായി, ഇത് പുറത്താക്കിയത് സംബന്ധിച്ച് ഒരു കുറിപ്പോ ഒരു പ്രസ് നോട്ടോ അല്ലെങ്കിൽ സ്പീക്കറെയോ അറിയിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. അത് നോക്കൂ, 2025 സെപ്റ്റംബർ 15-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഞാൻ നിയമസഭയിൽ കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിക്കുകയും അഡീഷണൽ സെക്രട്ടറിയായി വിരമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, സെപ്റ്റംബർ 15-ാം തീയതി അന്ന് രാവിലെ 9 മണിക്ക് മുമ്പാകെ പാർലമെൻ്ററി പാർട്ടിയുടെ സെക്രട്ടറി കത്തെഴുതി നൽകിയാൽ മതി ബഹുമാന്യനായ സ്പീക്കർക്ക്. അതുവരെ പാർലമെൻ്ററി പാർട്ടി സംബന്ധിച്ചൊരു കമ്മ്യൂണിക്കേഷൻ ഇതുവരെ നൽകിയില്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഈ എന്താണ് വെറും വ്യാജമായി പ്രസ് മീറ്റ് ഒക്കെ നടത്തിയതാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്, അതൊരു ആരോപണം എന്ന രീതിയിൽ എതിരാളികൾ ഉന്നയിക്കുന്നുള്ളൂ. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന കാര്യങ്ങളൊക്കെ എതിരാളികളിൽ നിന്നുണ്ടാകുന്നതല്ല, എല്ലാം കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ വ്യാജ ID കാർഡ് വിഷയം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് വ്യാജമായി ID കാർഡ് നിർമ്മിച്ച് അതുവഴി ഇല്ലാത്ത അംഗങ്ങളുടെ വോട്ടുകൾ നേടിയാണ് എന്നുള്ള കാര്യം അത് വെളിയിൽ നിന്നും വന്ന പരാതിയല്ല, അത് യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ വന്ന പരാതിയാണ്. അതേക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വീണ്ടും പൊടിതട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതിനൊന്നും സർക്കാരിനെയോ അതല്ലെങ്കിൽ എതിരാളികളെയോ ഒന്നും എതിർ പാർട്ടികളെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം നിങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന കാര്യങ്ങളാണ്. ശ്രീ ബി റജി, ശ്രീ ശ്രീത് പണിക്കർ, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അതിലേക്കും അന്വേഷണം പോയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു അറസ്റ്റ് വരെ ഉണ്ടാകാമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ വികസിച്ചു വരികയാണ്. തീർച്ചയായും, കാരണം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള അവസരം കിട്ടുന്ന സമയത്ത് അതിനെ മാക്സിമൈസ് ചെയ്യുക, അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്നതിൻ്റെ ഒരു കല കൂടിയാണ്. അപ്പോൾ അതിൽ CPM-നെ ഒന്നും ഒരു കുറ്റവും പറയാൻ കഴിയില്ല. കാരണം ഈ ആരോപണം ഉണ്ടാകുന്നത് യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപക്ഷെ അവർ അതിനെപ്പറ്റി വളരെ തീവ്രമായിട്ട് അന്വേഷിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയം അതിന് ഓപ്പർച്യൂൺ മൊമെൻ്റ് ആണ് എന്ന് സർക്കാരിന് തോന്നുന്നുണ്ടാകും. അതുകൊണ്ടാകും ആ അന്വേഷണം ത്വരിതപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലൊന്നും CPM-നെ കുറ്റപ്പെടുത്താനോ സർക്കാരിനെ കുറ്റപ്പെടുത്താനോ ഒന്നും തന്നെ നമുക്ക് കഴിയില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം നോക്കിക്കോളൂ, വേണമെങ്കിൽ കോഗ്നിസൻസ് എടുത്തിട്ട് പോലീസിന് ആദ്യമേ തന്നെ ഒരു കേസ് അതിൽ എടുക്കാമായിരുന്നു. പക്ഷേ ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ അവർ വൈകിച്ചത് എന്തുകൊണ്ടാണ്? എന്ത് തീരുമാനമാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്നത് എന്ന് കാണട്ടെ. രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ ധാർമ്മികത എന്താണെന്ന് ഈ നാട്ടിലുള്ള ആൾക്കാർ മനസ്സിലാക്കട്ടെ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ. അപ്പം അതിനുശേഷം എടുത്താൽ മതി. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിലൊന്നും ഒരു ധൃതിയില്ല, അവർക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് അവർ ആ സമയത്ത് എടുത്തില്ല എന്നുള്ളതോ 2 ദിവസം വൈകിപ്പോയി എന്നതൊന്നും തന്നെ ഒരു ആരോപണത്തിന് മതിയായിട്ടുള്ള ഒരു കാരണമാണെന്നൊന്നും തന്നെ ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവിടെ ശ്രീ റജി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിഷയത്തിൽ പരാതിക്കാരി ഇല്ല എന്നുള്ള കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്ത് പരാതിക്കാരി ഇല്ല എന്നാണ്. പോലീസിന് മുന്നിൽ കേസ് കൊടുത്തിരിക്കുന്ന ഒരു പരാതിക്കാരി ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ശ്രീ VD സതീശൻ അറിയാവുന്ന ഒരു പരാതിക്കാരി ഈ വിഷയത്തിലുണ്ട്. ആ പരാതിക്കാരി തന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്യമായ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് അദ്ദേഹമാണ്. മകളെ പോലെ താൻ കരുതുന്ന ഒരാളാണ് എന്നും അത് കേട്ടപ്പോൾ അത് ശരിയാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് ഒരു പിതാവ് എടുക്കുന്ന നടപടി എന്താണോ അത് താൻ സ്വീകരിക്കാനായിട്ട് നിർബന്ധിതനായി എന്നും അദ്ദേഹം പറയുന്നത്. അപ്പൊ ചുരുങ്ങിയത് പാർട്ടിയുടെ മുന്നിൽ ഓറലി ഓർ റിട്ടേൺ ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ശ്രീ VD സതീശന് മുന്നിൽ ഒരു പരാതിക്കാരി എങ്കിലും ഉണ്ട്. ഒന്നിലധികം കേസുകൾ വന്നിട്ടുണ്ട്, പക്ഷെ ചുരുങ്ങിയത് ഒരു പരാതിക്കാരി എങ്കിലും ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പാർട്ടിക്ക് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോലീസിലൂടെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അന്വേഷിക്കുകയുള്ളൂ എന്ന് പറയുന്നതിന്റെ അവസ്ഥ എന്താ? അതിന്റെ രീതി എന്താ? അതിന്റെ സാഹചര്യം എന്താ? പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പരാതി, ആ പരാതിയുടെ പുറത്ത് ഒരു യുവ നേതാവിനെതിരെ നടപടിയെടുക്കുന്നു. ഒന്നല്ല, മൾട്ടിപ്പിൾ നടപടിയാണ്. ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം പോകുന്നു, അതിനുശേഷം പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നു, പിന്നീട് പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലാതെയാകുന്നു. അപ്പൊ ചുരുങ്ങിയത് 3 പ്രധാനപ്പെട്ട നടപടികൾ അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ തങ്ങളുടെ മുന്നിൽ കിട്ടിയിരിക്കുന്ന ആ പരാതിയുടെ മെറിറ്റ് എന്താണ് എന്നതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് പാർട്ടി പ്രതിജ്ഞാബദ്ധമാകേണ്ടതല്ലേ? അത് ചെയ്യേണ്ടതല്ലേ? അത് ഉണ്ടാകുമെന്നല്ലേ ശ്രീ VD സതീശൻ ആദ്യം പറഞ്ഞത്? ആദ്യമേ തന്നെ അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാരാ? AICCയുടെ വക്താവാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാ ദാസ് മുൻഷിയാണ് പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. അപ്പൊ ഇവിടെ ചാപ്റ്റർ തുറന്ന് പ്രാഥമികമായിട്ടുള്ള നടപടിയെടുത്ത് ബാക്കി കാര്യങ്ങളിൽ അന്വേഷിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഇത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് എന്ന് AICC തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്?
അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന പരാതിക്കാരിക്ക് നിങ്ങൾക്ക് നീതി കൊടുക്കാനായിട്ട് കഴിഞ്ഞോ? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട ഒരു നാച്ചുറൽ ജസ്റ്റിസ്. അദ്ദേഹത്തിന് ആരോപണം നേരിടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പദവികളൊക്കെ മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിനോട് സമയബന്ധിതമായിട്ട് നിങ്ങളൊരു വിശദീകരണം ചോദിക്കണ്ടേ? ആ പരാതിയിൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾ അതിനെ താരതമ്യം ചെയ്തുകൊണ്ട്, ഇതിനെ ജക്സ്റ്റപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചോദിക്കണ്ടേ, ദാ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് ചെയ്യുന്നിടത്തല്ലേ നാച്ചുറൽ ജസ്റ്റിസ് ഉള്ളത്. അതല്ലാതെ ധാർമ്മികതയുടെ കുതിരപ്പുറത്ത് കയറി ഇരുന്നതിന് ശേഷം ഞങ്ങൾ അദ്ദേഹത്തിനെ ഈ പദവികളിൽ നിന്നെല്ലാം മാറ്റി എന്ന് പറഞ്ഞാൽ ആ ധാർമ്മികത കൊണ്ട് ആർക്കെന്താ ഗുണം? കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പ്രാഥമികമായിട്ടുള്ള അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒക്കെ പുറത്താക്കിയതിനു ശേഷവും MLA ആയിട്ട് അദ്ദേഹം തുടർന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ധാർമ്മികത പാലക്കാട്ടെ ജനങ്ങളോട് കാണിക്കേണ്ടതല്ലേ, ആ വോട്ടർമാരോട് കാണിക്കേണ്ടതല്ലേ? അത് നിങ്ങൾ കാണിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രണ്ട്, ഇപ്പോൾ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണെങ്കിലും വ്യക്തി താല്പര്യത്തിന്റെ പുറത്താണെങ്കിലും അല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ എത്തുക എന്നുള്ളതും അദ്ദേഹം അവിടെയുള്ള വോട്ടർമാരോട് തനിക്ക് പറയാനുള്ളത് പറയുക എന്ന് ചെയ്യുന്നതും ഒരു സ്വാഭാവിക നീതിയല്ലേ? ഇപ്പോ നമുക്ക് ശ്രീ അൻവർ അദ്ദേഹം MLA ആയിട്ട് റിസൈൻ ചെയ്തു വരുന്ന സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ യോജിപ്പുള്ള ആൾക്കാരുണ്ടാകും, വിയോജിപ്പുള്ള ആൾക്കാരുണ്ടാകും. അൻവറിനെ പിന്തുണയ്ക്കുന്നവരുണ്ടാകും, സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുണ്ടാകും. എന്തായാലും അൻവർ അവിടെ ചെയ്തൊരു കാര്യമുണ്ട്. താൻ എന്തിനാണ് രാജിവെക്കുന്നത്, താൻ എന്തിനാണ് പുറത്തു പോകുന്നത്, ഈ കാര്യത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് നാട്ടുകാരോട്, തന്റെ വോട്ടർമാരോട് പറയാനുള്ള കാര്യം അദ്ദേഹം മണ്ഡലത്തിന്റെ പല ഭാഗത്തും പോയി പ്രസംഗിക്കുകയെങ്കിലും ഉണ്ടായി. ഞാൻ പറയുന്നത്, ആരോപണം കേട്ടു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു വ്യക്തി, അദ്ദേഹം തന്നെ മുകേഷിന്റെ കേസ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജനാധിപത്യ ബോധ്യം എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത് ആരോപണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ മുകേഷ് രാജിവെച്ച് പോകേണ്ടതാണ് എന്ന് ഒന്നിലധികം ചാനൽ ചർച്ചകളിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പരസ്യമായിട്ട് അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. തനിക്ക് എന്തുകൊണ്ടാണ് ഇത് ബാധകമാകാത്തത്? താൻ മറ്റുള്ളവരിൽ പ്രതീക്ഷിക്കുന്ന ധാർമ്മികത തനിക്ക് എന്തുകൊണ്ടാണ് സമാനമായ വിഷയത്തിൽ ബാധകമാകാത്തത് എന്ന് ഏറ്റവും ചുരുങ്ങിയത് പാർട്ടിക്കാരെ വിട്ടേക്കൂ, പാലക്കാട്ടെ വോട്ടർമാരെ ബോധിപ്പിക്കേണ്ടതല്ലേ? അപ്പൊ അതിനുള്ള അവസരം കൊടുക്കേണ്ടതാണ്. പക്ഷെ അതിനുള്ള അവസരം LDF കൊടുക്കുന്നില്ല, LDF BJP കൊടുക്കുന്നില്ല. അല്ല, LDF BJP നോക്കൂ, ഒരു പ്രതിഷേധം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിനെ തന്നെ തടയുന്നത്, നേരത്തെ ഷാഫി പറമ്പിലിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിനെ വഴിയിൽ തടയുന്നതോ അദ്ദേഹത്തിനെ അസഭ്യം പറയുന്നതോ ഒന്നും തന്നെ ശരിയായ രാഷ്ട്രീയമാണെന്ന്. അപ്പോൾ ഷാഫി അദ്ദേഹത്തെ അവിടെ കൊണ്ടുചെല്ലാൻ ഉദ്ദേശിക്കുന്നതും അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും അതിൽ തെറ്റുമില്ല. കാരണം ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഇത് വിശദീകരിക്കട്ടെ. ഇല്ല, നോക്കൂ, അദ്ദേഹത്തിനെ ആരെങ്കിലും കൊണ്ടുപോകുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. ഇവിടെ ഉള്ള പ്രശ്നം എവിടെയാണെന്നറിയോ? ധാർമ്മികമായിട്ടാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ഇതിൽ തെറ്റുവരുന്നത് പാർട്ടിക്കാരനല്ലാത്ത ഒരാളിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിക്കാർ വരുന്നെങ്കിൽ അവർ പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷത്തിനോടാണോ അതോ ഇപ്പൊ നമുക്ക് പറയാവുന്ന സ്വതന്ത്ര MLA സ്റ്റാറ്റസ് കിട്ടിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനാണോ അദ്ദേഹത്തിനോടാണോ നിങ്ങളുടെ ലോയൽറ്റി എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് ഇത് ഈ കേവലം ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആ മണ്ഡലത്തിൽ എത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ ആൾക്കാരുടെയൊക്കെ ലോയൽറ്റി കോൺഗ്രസിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടാണോ അതോ പുറത്താക്കപ്പെട്ടിരിക്കുന്ന ഈ MLAയുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്നുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയും ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും ഈ വിഷയത്തിൽ പരാതിയില്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നമ്മൾക്ക് തിരിച്ചില്ലേ? ഇത്ര കാലമായിട്ടും പരാതിയില്ലല്ലോ, ഒരാളും അത് പരാതിപ്പെട്ടിട്ടില്ലല്ലോ, എന്നാ പിന്നെ രാഹുൽ നടപടിയെടുത്തത് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തതെന്ന് ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ താങ്കൾ നേരത്തെ പറഞ്ഞതാണ് താങ്കളുടെ ഒരു നിലപാടല്ല അതെന്ന്. പക്ഷെ അവിടെ CPM ശക്തമായിട്ട് തന്നെയാണ്, DYFIയും അങ്ങനെ തന്നെയാണ്, മണ്ഡലത്തിൽ കാല് കുത്തിക്കില്ല എന്നാണ്. ഇപ്പോൾ MLA സ്ഥാനത്ത് അദ്ദേഹം ഉള്ളതുകൊണ്ട് തന്നെ വിശദീകരിക്കുവാനുള്ള ഒരു അവസരവും അദ്ദേഹത്തിന് നൽകേണ്ടതാണല്ലോ, വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട്. അല്ല, എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തോടെ പറയാനുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവർ ആദ്യം ചെയ്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തെ നീക്കം ചെയ്തു, പ്രാഥമിക മെമ്പർഷിപ്പ് സ്ഥാനം നീക്കം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ബോധ്യമായില്ലേ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യമായെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിലായിരുന്നു മറ്റു നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കേണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് VD സതീശൻ ഉൾപ്പെടെ പരിപൂർണമായിട്ട് ബോധ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തുവെന്ന്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താ? നിയമപരമായി തെളിയട്ടെ എന്നാണ്. നിയമപരമായി തെളിയട്ടെ നമുക്കറിയാലോ, ഒരു മുനിസിപ്പൽ കോടതിയിൽ ഒരു വിധി വരണമെങ്കിൽ തന്നെ വർഷങ്ങൾ എടുക്കും, മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു. ഇവിടെ CPMന്റെ ഇതേ വിഷയം വന്നു, ശരി, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ആ സമയത്തൊക്കെ അവർക്കെതിരെയുള്ള തെറ്റുകൾ പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ശ്രീ ഗോവിന്ദ മാഷൊക്കെ പറഞ്ഞ അതാണ്. നിങ്ങൾ ഉന്നയിച്ച പല ആരോപണങ്ങളും ആരോപണങ്ങളായി തന്നെ നിൽക്കുന്നു. അത് കോടതിയിൽ തെളിഞ്ഞാൽ നടപടി എടുക്കുമെന്നാണെന്ന് CPM ഇടതുപക്ഷമെന്ന് പറഞ്ഞത്. ആ ഒരു സ്റ്റാൻഡ് എന്തുകൊണ്ട് കോൺഗ്രസ് എടുത്തില്ല? അപ്പൊ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പരിപൂർണമായി നിങ്ങൾക്ക് ബോധ്യം വന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു. ശ്രീ ബലദേവ്, ഒരു കാര്യം, അവിടെ CPMന്റെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കോൺഗ്രസിന് തന്നെയുണ്ട്.
എൽദോസ് കുന്നപ്പള്ളിയിലുണ്ട്, എ വിൻസെന്റ് ഉണ്ട്. ഈ രണ്ട് ആൾക്കാരുടെ കാര്യത്തിൽ FIR ഉള്ള കേസുണ്ട്, കോടതിയിൽ പോയ കേസുണ്ട്. ആ സമയത്ത് കോൺഗ്രസിന്റെ ധാർമ്മികത എവിടെയായിരുന്നു? അവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ല. ആ സമയത്തുള്ള വിശദീകരണം കേസിൽ കുടുക്കിയതാണെന്നായിരുന്നു. കേസ് പക്ഷേ കോൺഗ്രസ് അതിൽ ശക്തമായിട്ട് അവർക്കൊപ്പം നിന്നു. കേസിൽ കുടുക്കിയതാണ് എന്ന ഒരു നിലപാടിലേക്ക് വന്നിരുന്നു. അതെ, പക്ഷേ രാഹുലിന്റെ അന്വേഷിച്ചത് ആരാണ്? LDF സർക്കാരാണ്, LDF സർക്കാരിന്റെ പോലീസാണെന്നുള്ള ആ ഒരു നിലപാടുണ്ടായിരുന്നു അന്ന്. അല്ലാതെ പെൺകുട്ടികൾ നേരിട്ട് എന്ന് പരാതി പറഞ്ഞാണ് എൽദോസ് കുന്നപ്പള്ളിക്കും വിൻസെന്റും ഒക്കെ നേരിട്ട് പരാതി പറഞ്ഞു. വേറെ 1-2 സ്ത്രീകൾ അയച്ച മെസ്സേജുകൾ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഈ പരാതി വരാത്ത കോൺഗ്രസിന്റെ ഒരു MLAയും ഒരു MP-യുടെ ഒക്കെ പേര് വന്ന പരാതി നമുക്കറിയാം, സോളാർ കേസുമായി ബന്ധപ്പെട്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ രാഹുലിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ട്. ഇപ്പോൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ തന്നെ പറഞ്ഞ വ്യാജരേഖ ചുമക്കൽ, അത് ജാമ്യം പോലില്ലാത്ത വകുപ്പാണ്. ക്രൈംബ്രാഞ്ച് അതിനകത്ത് ഒരു FIR രജിസ്റ്റർ ചെയ്താൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം പോലും കിട്ടില്ല. വ്യാജരേഖ ചുമക്കൽ അത്രയും ഗുരുതരമായൊരു തെറ്റാണ്. അതിനകത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് തന്നെ ചില രേഖകൾ, അദ്ദേഹം വ്യാജരേഖ തയ്യാറാക്കിയതിന് ചില രേഖകൾ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. പോലീസ് ഒരു നോൺ ബെയിലുള്ള മനുഷ്യരെ അറസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ ധാർമ്മികത എടുത്തുകൊണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. അപ്പോൾ കോൺഗ്രസിന്റെ ആ ഒരു നിലപാടിനോട് ഇത് ശരിക്കും ഒരു ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമാണ് ഈ സസ്പെൻഷൻ നിൽക്കുന്നത്. കോൺഗ്രസിന്റെ സസ്പെൻഷനൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴും അറിയാം. DCC പ്രസിഡന്റ് കോൺഗ്രസിന്റെ നമുക്കറിയാം കൊല്ലം ജില്ലയിലൊക്കെ ചെയ്ത് എന്താ, ത്രിതല പഞ്ചായത്ത് വരുമ്പോൾ ഘടകകക്ഷികൾക്ക് ഓരോ സീറ്റ് കൊടുക്കും. അവിടെ മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ റിബൽ മത്സരിക്കും. അതെങ്ങനെ സംഭവിക്കുന്നത്? അത് കേരളം മൊത്തമുള്ളതാണ്. പലയിടത്തും ഇതിന് അടിയും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുകയും അവിടെ റിബൽ സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്യും. DCC പ്രസിഡന്റാണ് പാർട്ടി ചിഹ്നം അനുവദിക്കുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസിന്റെ ഒരു ഇരട്ടത്താപ്പ് മാത്രമാണ്. ഇതുകൊണ്ടൊന്നും പാലക്കാട്ടെ ജനതയോ കേരളത്തിലെ ജനതയോ നന്ദി ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ശ്രീ പണിക്കർ, ശ്രീ ഷാനിബ്, ശ്രീ B റെജി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സസ്പെൻഷനിലായ രാഹുലിനെ തിരിച്ചെത്തിക്കാൻ ഷാഫിയുടെ നീക്കമോ? അതെ എന്ന് 81% പ്രേക്ഷകർ, അല്ല എന്ന് 14%. വൈകിട്ട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.